പ്രിയപ്പെട്ടവരെ, സുപ്രഭാതത്തിൻ്റെ കാരവൻ യാത്രയിൽ കൊടുവള്ളിയിലെ കരീറ്റിപ്പറമ്പ് മഹലിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്വീകരണവും അതോടൊപ്പം തന്നെ ജിഫ്രി തങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത സന്ദേശ യാത്രയ്ക്കുള്ള പ്രചാരണത്തിൻ്റെ പ്രഭാത പേരിയുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടകനായ SYS സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറയുടെ നേതൃത്വത്തിൽ ഈ മഹലിൻ്റെ കാരണവന്മാരുടെ നേതൃത്വത്തിൽ മഹല് കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു റാലിയും അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രചാരണങ്ങളിൽ വ്യത്യസ്തത എന്ന് പറയുന്നത് 160ഓളം ആളുകളെ അണിനിരത്തിയ മനോഹരമായ ഒരു ഫ്ലെക്സും ഇവിടെ ഉയർത്തിയിട്ടുണ്ട്. ആ തരത്തിൽ സമസ്തയുടെ പ്രവർത്തനങ്ങളൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മഹല്ല് സംവിധാനം, അതോടൊപ്പം തന്നെ ഒരു നാടിൻ്റെ സമസ്തയുടെ പ്രവർത്തകരുടെ വികാരമാണ്. നമുക്ക് അവരുടെ മുദ്രാവാക്യത്തിലേക്ക് കടക്കാം. നൂറിൽ നൂറിൻ പ്രഭ പരത്തി, നൂറിൽ നൂറിൻ പ്രഭ പരത്തി, സമസ്ത എന്നൊരു പ്രസ്ഥാനം അജയ്യമായി മുന്നേറുമ്പോൾ കാസർഗോട്ടെ കുണിയയിലേക്ക്, കാസർകോട്ടെ കുണിയയിലേക്ക് സമസ്ത നമ്മെ വിളിക്കുന്നു. സമസ്ത കേരള സിന്ദാബാദ്, സമസ്ത കേരള സിന്ദാബാദ്, 100ാം വാർഷികം സിന്ദാബാദ്, ജിഫ്രി തങ്ങൾ സിന്ദാബാദ്, ശതാബ്ദി സന്ദേശ യാത്ര സിന്ദാബാദ്, ശതാബ്ദി സന്ദേശ യാത്ര സിന്ദാബാദ്, പ്രഭാത പേരി സിന്ദാബാദ്, സമസ്ത കോർഡിനേഷൻ സിന്ദാബാദ്. അപ്പം ഈ കരീറ്റിപ്പറമ്പിലെ ഒരു വലിയ ചടങ്ങ് വളരെ ഒരു സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും നാടുകളിൽ ചെല്ലുന്ന സമയത്ത് ഒരു പ്രോഗ്രാം ആയിട്ടല്ലായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അത് പ്രോഗ്രാമായി മാറി. ഇവിടുത്തെ ആളുകളുടെ ഗംഭീരമായിട്ടുള്ളൊരു റാലി നടന്നു. അതോടൊപ്പം ഇവരുടെ ഒരു ഫംഗ്ഷൻ, സമസ്ത സമ്മേളനത്തിൻ്റെ പ്രഭാത പേര്, അതൊക്കെ അപ്രതീക്ഷിതമായിട്ട് നമ്മളിതൊന്നും കരുതിയിട്ടില്ല, വിചാരിച്ചിട്ടില്ല. ഏതായിരുന്നാലും ഇവിടെ നമ്മുടെ നേതാക്കൾ, ഈ നാടിൻ്റെ കാരണവന്മാരൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് കാണാം ഒരു വലിയൊരു ബോർഡാണ്. ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു ബോർഡ്, ആദ്യമായിട്ടായിരിക്കുമെന്നല്ല ആണ്. കാരണം ഇതുപോലെ വേറൊന്നും വന്നിട്ടില്ല. കാരണം വെച്ചാൽ 160 സമസ്തയുടെ പ്രവർത്തകർ, SBV മുതൽ സമസ്തയുടെ തലമുതിർന്ന കാരണവന്മാർ ഉൾപ്പെടെയുള്ള 160ഓളം ആളുകൾ ഉൾക്കൊള്ളിച്ച സമസ്ത സമ്മേളനത്തിന്റെ പ്രചാരണം വിളിച്ചോതുന്ന വലിയ ഒരു ഫ്ലെക്സ് ബോർഡ് ഈ നാട് ഇവിടെ സ്ഥാപിച്ചു. സമസ്തയുടെ പരമപ്രധാനമായ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, ലക്ഷ്യമെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ദീനിന്റെ സംരക്ഷണമാണ്. അത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്താണ്, സത്യമായ ദീൻ. അതുകൊണ്ട് തന്നെ ഏതു സമയത്തും നമ്മൾ സുന്നത്ത് ജമാഅത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും നമുക്ക് ചെയ്യാൻ കഴിയില്ല. സുന്നത്ത് ജമാഅത്ത് എക്കാലവും നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഏതു ഭാഗത്ത് നിന്നുകൊണ്ട് ഏത് വിധത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായാലും നമുക്ക് ഈ മേഖലയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. വിശ്വാസമാണ് പരമപ്രധാനം. SNDC കോളേജിൽ ഞങ്ങൾ പോയി. കർണാടകയുടെ തൊട്ടടുത്ത കാടിനോടടുത്ത് ചേർന്ന് നിൽക്കുന്ന പ്രദേശം. അവിടുത്തെ കുട്ടികൾ, നിങ്ങൾ നോക്ക്, കോഴിക്കോട്ടെ ലേണിംഗ് സംവിധാനം, അവിടുത്തെ സ്റ്റുഡിയോ നിങ്ങൾ ഒരു തവണയെങ്കിലും കാണണം. കാരണം 30ഓളം രാജ്യങ്ങളിലുള്ള കുട്ടികളെ രാവും പകലും, നമ്മളിവിടെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഓൺലൈൻ സ്റ്റുഡിയോയിൽ അഥവാ ലേണിംഗിന്റെ സ്റ്റുഡിയോയിൽ രാത്രി 2 മണിക്കും 3 മണിക്കും നമ്മുടെ ഉസ്താദുമാർ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുക. ഈ നാട്ടുകാർ ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുകയാണ്. ഈ നാടിൻ്റെ കാരണവന്മാരുണ്ട്. ഇബ്രാഹിംകുട്ടി ഹാജി ഈ നാടിൻ്റെ കാരണവരാണ്. സമസ്തയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന, ഇവിടുത്തെ സ്ഥാപനങ്ങളൊക്കെ കെട്ടിപ്പടുക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇബ്രാഹിംകുട്ടി ഹാജി. അദ്ദേഹം എന്താണ് ഇബ്രാഹിംകുട്ടിക്ക, ഇവിടുത്തെ ഒരു നാടും ഇവിടുത്തെ ഒരു സമ്മേളനത്തിൻ്റെ ഒരു ആവേശമൊക്കെ എന്താണ്? ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം അൽ സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ധീര പോരാളികളാണ്. ഇവിടെ എക്കാലത്തും സമസ്ത നിലനിർത്തി പോകുന്നതാണ്. എല്ലാ ജാതി സ്ഥാപനങ്ങളും ഈ നാടിൽ സമസ്തൻ്റെ കെയറോഫിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. ഞങ്ങളുടെ നാടാകുന്ന കരീറ്റിപ്പറമ്പ് എന്ന് പറയുന്ന ഈ പ്രദേശം എന്ന് നിലവിൽ വന്നിട്ടുണ്ടോ, സമസ്ത എന്ന് പറയുന്ന ഈ മഹിതമായ പണ്ഡിത സഭ എന്ന് വന്നിട്ടുണ്ടോ, അന്ന് മുതലേ അതിനെ നെഞ്ചേറ്റുന്ന ഒരു സമൂഹമാണ് ഈ നാട്ടിലുള്ളത്. അതിന് വിരുദ്ധമായ ഒരു പ്രവർത്തനവും ഇതുവരെ നടന്നിട്ടില്ല, ഇനി നടക്കാൻ ഞങ്ങളോട് സമ്മതിക്കുകയില്ല. വളരെ ഭംഗിയായിട്ട്, വളരെ പിന്തുണയോടുകൂടെ, ഈ നാടിൻ്റെ പിന്തുണയോടെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും അങ്ങനെ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. 100ാം വാർഷിക സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ ഈ സമയത്ത് അർപ്പിക്കും. സമസ്തയുടെ സമ്മേളനം പ്രഖ്യാപിച്ചത് മുതൽ തന്നെ കരീറ്റിപ്പറമ്പ് വളരെ ആവേശത്തിലാണ്. 2 മാസം മുമ്പ് തന്നെ ഇവിടെ കോർഡിനേഷൻ്റെ കെയർ ഓഫിൽ നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. അന്ന് 100 പേർ പങ്കെടുത്ത പ്രകടനമാണ് ഇവിടെ ഉണ്ടായത്. ഇന്ന് വളരെ പ്രഭാതത്തിൽ പോലും
നല്ല ഒരാൾക്കൂട്ടം ഇതിനു വേണ്ടി വളരെ മുന്നിട്ടിറങ്ങാൻ കാരണം സമസ്തയോടുള്ള താല്പര്യമാണ്. ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ മഹല്ലും. ഒരു പുത്തനാശയക്കാർ ആർക്കും തന്നെ വേരോട്ടമില്ലാത്തൊരു പ്രദേശമാണ് നമ്മുടേത്. അതിന് കാരണം മുൻഗാമികളായ മോയിൻകുട്ടി മുസ്ലിയാർ അതുപോലെ മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ ഇതിന് നേതൃത്വം വഹിച്ചത് കൊണ്ട് തന്നെയാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ സംസ്ഥയുടെ പ്രവർത്തനം നേരത്തെയൊക്കെ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തി പോകുന്ന നാടാണ് നമ്മുടെ നാട്. ഈ അടുത്ത കാലത്തായിട്ട് ചില ആളുകൾ സമസ്ത മാത്രം എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്ന് പിന്നോട്ട് അടിച്ചപ്പോഴാണ് നമുക്ക് ഇങ്ങനെ സംവിധാനം ഇവിടെ വരേണ്ടത് വന്നത്. ഇപ്പം അവരൊക്കെ വലിയ ഖേദത്തിലുമാണ്. നമ്മോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് സമസ്തയുടെ മുഴുവൻ പ്രവർത്തനത്തിനും അവർ സന്നദ്ധരായിട്ടുണ്ട്. നമ്മളിത് ഇൻഷാ അല്ലാഹ് കാസർഗോഡ് പോകാൻ ബസ് ഏൽപ്പിച്ചു കഴിഞ്ഞു. 100ഓളം പേരെ തന്നെ കാസർഗോഡ് എത്തിക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞയിലാണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. മഷീദൊക്കെ കണ്ടിട്ട് ഈ ഒരു നാടിൻ്റെ ഒരു ആവേശം കണ്ടിട്ട് എന്താണ്? അൽഹംദുലില്ലാഹ്, കരീറ്റിപ്പറമ്പിലെ സുന്നത്തമാത്തിൻ്റെ നാടാണിത്. കാരണം പ്രമുഖരായ ഒരുപാട് പണ്ഡിതന്മാരുടെ, നമ്മുടെ കെ വി ഉസ്താദ് ഉൾപ്പെടെയുള്ള ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാരുടെ നാടാണ് കരീറ്റിപ്പറമ്പ്. ദീന് വളരെ നേരത്തെയുള്ള നാടാണ്. പ്രത്യേകിച്ച് കരീറ്റിപ്പറമ്പ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് കോയ മുസ്ലിയാരൊക്കെ നമ്മൾ ഓർക്കേണ്ട ഒരു നാമമാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രഭാഷണങ്ങൾ. അപ്പോൾ സുന്നത്തമാത്തിൻ്റെ നാടാണ് കരീറ്റിപ്പറമ്പ്. ആ നാട്ടിൽ ഒരു ബിദ്അത്തിൻ്റെ ഒരു കക്ഷിയും ഇവിടെ വളരാൻ ഇവിടുത്തെ ഈ ടീം അനുവദിക്കില്ല എന്നുള്ളത് കൃത്യമായി നമുക്ക് ബോധ്യമാണ്. കാരണം നല്ലൊരു പണ്ഡിത നിര, പ്രത്യേകിച്ച് ഖുർആനെ സ്നേഹിച്ച ഒരു നാട് കൂടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. കരീറ്റിപ്പറമ്പിൻ്റെ സവിശേഷത ഖുർആനെ സ്നേഹിച്ച ഒരു നാടാണ്. പ്രത്യേകിച്ച് കെ വി ഉസ്താദിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം ആ ഖുർആന് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച മഹാനായിരുന്നു കെ വി ഉസ്താദ് വർഗ്ഗങ്ങൾ. അപ്പോൾ അതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ വല്യപ്പയാണ് ഇക്കര. അപ്പോൾ അതെ, അപ്പോൾ ആ ഒരു ഇസ്ലാമിൻ്റെ അന്തരീക്ഷമുള്ള നാട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ ഈ ബിദ്അത്തിൻ്റെ കക്ഷികളൊന്നും ഇവിടെ കടന്നു വരാൻ ഈ പോരാളികൾ അനുവദിക്കില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. പക്ഷേ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുക, സുന്നികളെന്ന നിലയ്ക്ക് എല്ലാവരും ഒന്നിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാവുക. അതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. കരീറ്റിപ്പറമ്പ് അങ്ങനെയാണ്. കാരണം പണ്ട് മുതലേ എന്താണോ സമസ്ത, ആ സമസ്തയുടെ ആശയങ്ങളെ നെഞ്ചേറ്റിയ ഒരു മഹല്ലും ഒരു സംവിധാനവും നിലനിൽക്കുന്ന ഒരു പ്രദേശമെന്ന നിലയിൽ ഇവിടുത്തെ ഈ ഒരു ആവേശവും ഈ ഒരു പ്രവർത്തനവും തീർച്ചയായിട്ടും വരും തലമുറകൾക്ക് കൂടി അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള ഒരു ആശയം തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രയാണം തന്നെയായിരിക്കും കരീറ്റിപ്പറമ്പിൻ്റെ സമസ്തയുടെ ഭാവി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ ഒരു സമസ്തയുടെ പ്രവർത്തകരുടെ ഈ ഒരു ആവേശത്തോടൊപ്പമാണ് ഇന്നത്തെ കാരവൻ കോഴിക്കോട് ജില്ലയിലെ പര്യടനം ആരംഭിക്കുന്നത്. സൈനിങ് ഓഫ്.